ഉത്തരത്തിലുള്ളത് എടുക്കും വേണം, കക്ഷത്തിലുള്ളതാച്ച വീഴാനും പാടില്ല എന്നായിരുന്നു ജാസ്മിന്റെ ഒരു നിലപാട്. അതായത് പുറത്തുള്ള നമ്മളെ മുന്നക്കി ഇക്കൊക്കെ പാടെ പോവാനും പാടില്ല, അകത്തുള്ള ഗബ്രിയെ പിടിക്കും വേണം മുറുക്കെ. ആകെ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നു. ജാസ്മിനെ ഗബ്രി അങ്ങ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ജാസ്മിനോട് സ്നേഹമുണ്ട്, പക്ഷെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ മാത്രം. അതിനപ്പുറം അവരെ വിവാഹം കഴിക്കാനോ കൂടെ ഇരുത്താനോ ഒന്നും ആഗ്രഹമില്ല എന്ന്. അത് കേട്ടപ്പോ ജാസ്മിൻ അങ്ങോട്ട് തകർന്ന് തരിപ്പണായി എന്നുള്ളതാ. കാരണം പുറത്തുള്ള അഫ്സൽ കാക്കൊക്കെ തന്നെ കൈ ഒഴിഞ്ഞു പോയ കാര്യം 36 അറിഞ്ഞു എന്നുള്ളതാ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ റസ്മിനാണ് ഒരു എന്താ പറയാ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അതിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു ദല്ലാളായി നിന്നിട്ട് എന്താണ് സംഭവിച്ചത് പറയുന്നു പറഞ്ഞിട്ട് കുറെ ദിവസമായിട്ട് ഗബ്രി ഇവരോടൊന്നും തുറന്നു പറയുന്നില്ല. നീ എന്തിനാ നുണ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗബ്രി പറയാണ്, ഞാൻ ഒരു നുണയും പറയുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ജാസ്മിൻ പറയാ. എനിക്കും ഇഷ്ടമാണ്, പക്ഷെ കല്യാണം കഴിക്കില്ല, കൂടെ കൂട്ടാനല്ല, വെറും ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് തീർന്നേ. അപ്പൊ ആ വിഷയം തീർന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലെ പിന്നിലെ കളികളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാന്നുള്ളതാണ്. ഗബ്രി ജാസ്മിന് ഏകദേശം കുറച്ച് അടുക്കും തോറും ഗബ്രിയും ജാസ്മിനും ഇത് വേർപിരിയാനുള്ള ഒരു സംഭവം ഉണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവരുടെ ഗെയിം പ്ലാനിൽ ഇത് ഉള്ള കാര്യവും നമുക്കറിയാം. പുറത്തുനിന്ന് കാണുന്നത് നമ്മളാ, അകത്തുള്ള കാര്യങ്ങൾ അവർക്കറിയില്ല. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഇപ്പോ റസ്മിനും പുറത്തു പോയി അകത്ത് വന്നതാണ്. പുറത്തു നിന്ന് അകത്ത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന ആളുകളും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാൾക്കും കിട്ടാത്ത പരിഗണന ബിഗ് ബോസ് വീട്ടില് ഗബ്രിക്കും ജാസ്മിനും കൊടുക്കുന്നുമുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. അവരെ ഇങ്ങനെ കൊണ്ടുപോയാലേ കാര്യമുള്ളൂ. ഇപ്പൊ ഇവരുടെ പ്രൊമോയിലടക്കം ഇവരുടെ പ്രണയം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതും ഇതിന് വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു വിഷയം അവസാനിക്കുകയാണ്. അടുത്തത് നമ്മുടെ പൂജ. അവരുടെ ഡിസ്ക് ചെറുതായിട്ട് പ്രശ്നമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് പറഞ്ഞുള്ള ആശുപത്രി ട്രീറ്റ്മെന്റിനാവാം. പക്ഷെ ചിലപ്പോ അവര് എവിക്റ്റ് ആവാൻ ഒഴിവായി പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി കുറച്ചല്ലേ ഉള്ളൂ. അതുകൂടാതെ ഇപ്പൊ സിജോ റീ എൻട്രി ചെയ്തിട്ടുണ്ട്. ഞാൻ കാട്ടുതീയായിട്ട് പറക്കും തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ അങ്ങ് പറയാം, സിജോ ആ അപകടം പറ്റുന്നതിന് മുന്നേയും ഒരു ടോപ്പ് പ്ലെയർ അല്ല. പിന്നെ അകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ് എന്ന് ധരിച്ചു വന്നതാ. സിജോ ഒരു കപ്പടിക്കാനും മാത്രം ഒരു കഴിവുള്ള മനുഷ്യനല്ല. അയാളോടൊരു സോഫ്റ്റ് കോർണർ ആളുകൾക്ക് കിട്ടിയത് റോക്കി അദ്ദേഹത്തിനെ തല്ലിയത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ അയാൾ ഒരു വലിയ പ്ലെയർ ഒന്നുമല്ല. ഇപ്പൊ അകത്തുള്ള പ്ലെയേഴ്സിൽ ജാസ്മിനൊക്കെ നല്ല അടിപൊളിയാണ്. അതേപോലെ നമ്മളെ ജിൻഡോ ചേട്ടൻ അടിപൊളിയാണ്. ജിൻഡോ പവറിന്റെ കാര്യത്തില്, അതായത് ശക്തിപരമായ കാര്യങ്ങളിൽ ബുദ്ധിമര കുറവാണ്. ശക്തിപരമായ കാര്യത്തിലാണെങ്കിൽ ആള് പൊളിയാ. പിന്നെ നന്നായി കളിക്കാനും അറിയാം. ഓക്കെ, അപ്പോ ഇനി ഇതാ സിജോ അകത്തേക്ക് വരുന്നു. സിജോ അകത്തേക്ക് വരുമ്പോ ജിൻഡോക്ക് വലിയ സങ്കടം ഉണ്ട്. കാരണം ഒരു എതിരാളിയും കൂടി വരികയാണ് എന്നുള്ള സാധനമാവും. ഓക്കെ, അപ്പൊ സിജോ എന്ന് പറഞ്ഞ കാര്യം മോഹൻലാല് കയ്യിൽ പിടിച്ച് ഒരു അമർത്തി അത് വല്ലാത്ത രീതിയിൽ പ്രചോദനമായി. അത് എന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ച് അകത്ത് വന്നു. അങ്ങനെ ഡയലോഗ് അടിച്ച് വന്ന ആളുകളൊക്കെ ഞാൻ പോവാണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ സിബിനെയൊക്കെ നമുക്കറിയാം അല്ലെ. സിബിൻ വീണ്ടും കയറി, അത് വേറെ കാര്യം. അദ്ദേഹം അതും ചിലപ്പോ ഭയങ്കരമായിട്ട് മെന്റലി ആളുകൾക്ക് തകരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഹാളിനകത്താണ് താമസിക്കുന്നത്. അവിടുത്തെ ശബ്ദങ്ങളൊക്കെ നമുക്ക് ഡിസ്റ്റർബ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ആളെ കുറ്റം പറയാനൊന്നും പറ്റൂല. ഓക്കെ, അപ്പോ ഇനി സിജോയുടെ കളികൾ കാണാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലില്ല. സിജോയും ഒരു മൂലയിൽ ഒരു കസേരയിൽ ഇരുന്ന് മോങ്ങാൻ അധികം നാളൊന്നും വേണ്ട. അതങ്ങനെയാണ്. എന്തായാലും കൊള്ളാം. ബിഗ് ബോസ് ഇപ്പൊ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡുകളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാം.